അപ്പോൾ ശരി തരാം. ഈ മുഴുവനും കൂടി ഇട്ടു. പിന്നെ അതിനകത്തേക്ക് ഇതാ ചോറും കൂടി ചേർത്ത് നമ്മളത് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി മാവ് അരച്ച് വെച്ചു നാളത്തേക്കുള്ളത്. ഞാൻ തിങ്കളാഴ്ച രാവിലെ പോകുന്നത്. അപ്പോൾ ഉച്ചത്തേക്ക് ഫുഡ് കൊടുക്കണം. അതിനുള്ള കാര്യങ്ങൾ ഇതാണ്. ഇന്ന് തലേദിവസം ചെയ്ത് വെച്ചാൽ നമ്മളിപ്പോൾ ഭയങ്കര മഴയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളരിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അല്പം മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില ഇത്രയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തേങ്ങ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചോളാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇതിലാണ് കൊതിക്കുന്നത്. വേഗം തന്നെ കൊതിച്ച് തീരും പെട്ടെന്ന്. ഇപ്പോൾ തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്ന് തേങ്ങ തീർന്നായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പറമ്പിൽ നമുക്ക് തെങ്ങിൽ നിന്ന് ചാടി കിട്ടിയൊരു 2-3 തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഓരെണ്ണെടുത്ത് നമുക്ക് നമ്മുടെ എന്താ ചെയ്യേണ്ടത്, മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ തോരന് എടുക്കാനുണ്ട്, പിന്നെ എന്താ നാളെ രാവിലത്തേക്ക് ചമ്മന്തി എടുക്കണം. നല്ല മഴയപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയം കേട്ടോ, അന്നേരം ഇത് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക്. വാക്കത്തി കൊണ്ട് പൊതിക്കാൻ എനിക്ക് അറിയാം, പക്ഷേ കുറച്ച് താമസം എടുക്കും. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് ഇതുപോലെ നല്ല നീറ്റായിട്ട് പൊതിച്ച് തരും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 2 മാമ്പഴം കിട്ടി, അപ്പോൾ അതെടുക്കാൻ പോയില്ല. പിന്നെ 2 തേങ്ങ പൊതിച്ചു. ഇന്നത്തേക്ക് ഇത് മതി ധാരാളം. ഇനി അടുത്ത ദിവസം പൊതിച്ചെടുക്കാൻ ബാക്കി. നാളെ മോള് പോവില്ലേ, അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ചെടുത്തതാണ്. തലയിൽ തൊപ്പി വയ്ക്കാൻ, മഴ കാരണം തലയിൽ വയ്ക്കാൻ കൊണ്ടുപോയ തൊപ്പിയാണ്. അപ്പോൾ അതിനകത്തേക്ക് മാങ്ങ കൊള്ളത്തില്ല, അതുകൊണ്ട് മാങ്ങ ഇതിനകത്തേക്ക് പറക്കിയിട്ടുകൊണ്ട് പോകണം. അത് നമുക്ക് പൊട്ടിച്ചെടുത്ത് തേങ്ങ ഇതാതെ ഇതുപോലെ ഒരൊറ്റ പൊട്ടിയിരുന്ന് നമ്മൾ ഉണ്ടോ തേങ്ങോളം കുടിച്ചിട്ടുണ്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇവിടെ വെച്ചാൽ കുത്തി അപ്പോൾ നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നാൽ തേങ്ങ നമുക്ക് ചിരണ്ടി എടുക്കും. ചിരണ്ടി പെട്ടെന്ന് വേഗം പെറുക്കിക്കളാം. കൈ എല്ലായിടത്തും ചാടിക്ക് ചോറിയല്ലേ പറഞ്ഞു. ഈ 2 കൂടിയും ചിരണ്ടി ഒന്ന് നമുക്ക് തോരനും ഒന്ന് ഒരു കറിക്കുള്ളതാണോ. തേങ്ങ ചിരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മോര് കറിക്ക് ആകുമ്പോഴത്തേനും നല്ല മോര് കറിയായിട്ടല്ല, ഒരു കുഴമ്പം വരുമ്പോൾ നമുക്ക് റെഡി ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ടതാ ഒരു ജീരകം വെള്ളം ചേർത്തല്ല, നമ്മൾ തൈര് മാത്രം ഒഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് അരച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോരൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ തേങ്ങ അരച്ചത് ചേർക്കുമ്പോഴല്ലോ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പിരിഞ്ഞിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തത് കൊഴുവ കിട്ടിയിട്ടുണ്ട്. ഈ കൊഴുവയാണെങ്കിൽ തീരെ ചെറിയ കൊഴുവ. നന്നാക്കി എടുക്കാൻ എന്നെ പാടാന്നറിയാമോ. ഇനി ഇത് തലയും വാലും കളഞ്ഞ് കൊണ്ടും കളഞ്ഞ് എടുക്കണം, എന്നിട്ട് വറക്കണം, വയ്ക്കണം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ മീൻപീര കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനെന്താ ചുവന്നുള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും സാധനം, പിന്നെ പെരുംജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടല്ലോ അല്ലേ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് വരാമേ.
നമ്മുടെ മിക്സഡ് ജാറിനകത്ത് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരപ്പ് ഈ ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നത്തോലി ഇട്ടെടുത്തേക്കണം. നത്തോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മീനില്ലേ, ചൂട എന്ന് പറയും, അതായത് കൊഴുവ എന്നൊക്കെ പറയണം, ചെറിയത്. അപ്പോൾ അതും ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ച് കഴുകി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂട് തുറന്നൊന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ പുളി നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി അതും കൂടി അത് കഴുകി വെച്ചേക്കണതാണ്. അപ്പോൾ അത് അതിൻ്റെ നീരിറങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ആ ഇത്തിരി വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ചട്ടിയിലേക്ക് കുടംപുളിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടപ്പത്ത് വെച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് നേരം ഒന്ന് മൂടി തുറന്ന് വേവിക്കണം. ഉപ്പ് കൂടിയോ നോക്കിയില്ല, ഫോർമാലിറ്റീസ് ഒന്നുമില്ല, സ്പൂണൊന്നും എടുക്കാൻ നോക്കിയില്ല. അപ്പോൾ നാളെ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് അച്ചിങ്ങയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് അടുത്ത പരിപാടി അച്ചിങ്ങ റെഡി. നാളെ രാവിലെ തോരനുണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഒന്ന് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ പരിപാടിയിലാട്ടെ. ഇനി പയർ തോരൻ നമ്മൾ റെഡിയാക്കുകയാണ് കേട്ടോ. തോരനല്ല, വെളുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കണേ. അങ്ങനെ ഫൈനലി എൻ്റെ പരിപാടി എല്ലാം തീർന്നു. അതിനിപ്പോൾ സമയം 9:15 എങ്ങാണ്ടായിരുന്നു കേട്ടോ. നാളെ രാവിലത്തേക്കുള്ള പരിപാടികൾ ചെയ്ത് വെക്കണമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. അപ്പോൾ ഞാൻ ഒന്നേന്ന് തുടങ്ങി നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഫസ്റ്റിലെ ഞാൻ മോരുകറി ഉണ്ടാക്കി, നാളെ കൊണ്ടുപോകാനുള്ള മോരുകറി. പിന്നെ കൊഴുവ നമ്മൾ ഫ്രൈ ചെയ്തു. ദെൻ പീര പറ്റിച്ചു. കൊഴുവേന്ന് തന്നെ നന്നായിട്ട് അടിപൊളി ഒരു പീര പറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മെഴുക്ക് പുരട്ടി, പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ഇനി കണ്ണിമാങ്ങ അച്ചാറുണ്ട്. അത്രയും മതി, അത്രയും കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പം ഇല കെട്ടി നാളെ രാവിലെ ഇലയിൽ പൊതിഞ്ഞ് ചോറ് കൊണ്ടുപോകും. പിന്നെ നല്ല നാടൻ കുത്തരി ചോറ്. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വെച്ചേക്കുന്നത്. നാളെ രാവിലത്തേക്ക് മാവ് അരച്ച് വെച്ചേക്കണത്. ഇഡ്ഡലിക്കും കുറച്ച് 1-2 പേർക്ക് ഇഡ്ഡലി വേണം, ഒരാൾക്ക് ദോശ വേണം. അപ്പം അങ്ങനെ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്ന് ഇനി ഞാനൊന്ന് റെസ്റ്റ് ചെയ്യണം. ഇനി അടുത്ത പരിപാടി പ്രാർത്ഥിച്ച് ചോറുണ്ട് കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു റൊട്ടീൻ. ഇത് ഓരോ ദിവസത്തെ ഓരോരോ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ. ഈ ലൈറ്റിൻ്റെ കേട്ടോ ഇവിടെ ഇങ്ങനെ ചെറിയ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ടാറ്റ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു. അങ്ങനെ ഇന്നലെ വൈകിട്ട് അരച്ച് വെച്ച മാവൊക്കെ പുളിച്ച് പൊങ്ങി രാവിലെ ആയപ്പോഴത്തേക്കും അത് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചുട്ടോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ചോറ് പൊതിവിട്ടു കേട്ടോ. 2 പേർക്കുള്ള ചോറാണ് എടുത്തേക്കണത്. കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ നത്തോലി വറുത്തതുണ്ട്, പിന്നെ മീൻ പീര വറ്റിച്ചതുണ്ട്, മോരുകറി ഉണ്ട്, തോരനുണ്ട്.